എക്സിറ്റ് പോളിന് പിന്നാലെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ചൂടുപിടിക്കുന്നു. നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാൻ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ പക്ഷങ്ങൾ നീക്കം സജീവമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കെ.സി. വേണുഗോപാലിനെ കണ്ട് രമേശ് ചെന്നിത്തല ആഗ്രഹം അറിയിച്ചു. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നായിരുന്നു കെ.സിയുടെ മറുപടി. കെ.പി.സി.സിയുടെ വിലക്കുകൾ ലംഘിച്ച് മുഖ്യമന്ത്രി ചർച്ചകളിൽ നേതാക്കളുടെ പ്രതികരണവും തുടരുകയാണ്. ഈ മുഖ്യമന്ത്രി ചർച്ചകളെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിന് മത്സരവും എന്നൊക്കെ പറയുന്നത് കുറേയൊക്കെ മാധ്യമ സൃഷ്ടിയും ചാനലുകളുടെ സൃഷ്ടിയുമാണ്. കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അഭിപ്രായങ്ങൾ പറയും, അത് വെറും അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങളെല്ലാം പറയുമെങ്കിലും മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കുന്നതിന് കോൺഗ്രസിന് ഒരു നടപടിക്രമമുണ്ട്. ഹൈക്കമാൻഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് MLA-മാരും നേതാക്കളുമായി സംസാരിച്ചിട്ട് അതിൽ നിന്ന് ആ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്ത അഭിപ്രായം എല്ലാവരും അതിനോട് യോജിക്കും. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. അതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇന്നാരാണ് എന്ന് പറയാൻ സാധ്യമല്ല. പറഞ്ഞാലും അതിന് പ്രസക്തിയില്ല. മുസ്ലിം ലീഗിന്റെ പിന്തുണ ലഭിച്ചതോടെ 10 മടങ്ങ് ആവേശത്തിലാണ് വി.ഡി. സതീശൻ ക്യാമ്പ്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടിൽ കെ.സി., ആർ.സി. പക്ഷത്തെ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ഇക്കാര്യം മുസ്ലിം ലീഗ് നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി റോഷിപാലുണ്ട്. റോഷിപാൽ, ഇനി 48 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രിയാകുന്നത് ആര്, UDF അധികാരത്തിൽ വന്നാൽ എന്നുള്ള ചോദ്യം ഇപ്പോഴും സജീവമാണ്. നീക്കവും വളരെ സജീവമാണ്. പ്രത്യക്ഷ പ്രതികരണത്തിന് ആർ.സിയോ, വി.ഡിയോ, കെ.സിയോ ഇതുവരെ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. PJ കുര്യൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ മാത്രമാണ് വരുന്നത്. പക്ഷേ അണിയറയിൽ നീക്കം സജീവമല്ലേ റോഷിപാൽ? അരുൺകുമാർ, എക്സിറ്റ് പോൾ ഫലം അനുകൂലമായതോടെയാണ് കോൺഗ്രസിൽ വീണ്ടും മുഖ്യമന്ത്രി ചർച്ച സജീവമായത്. ഇടയിൽ മുസ്ലിം ലീഗ് നേതൃത്വം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ അത് കോൺഗ്രസിനകത്ത് വലിയ അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഘടകകക്ഷികളുടെ നേതാക്കളുടെയൊക്കെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളും അവരെ അനുകൂലിക്കുന്നവരും ശ്രമിക്കുന്നത്. കാരണം ഘടകകക്ഷികളുടെ പിന്തുണ ഏതെങ്കിലും ഘട്ടത്തിൽ നിർണായകമാവുകയാണെങ്കിൽ അത് മുൻകൂട്ടി ആ പിന്തുണ ഉറപ്പിക്കുക എന്ന ശ്രമം. ഏതായാലും ആദ്യഘട്ടത്തിൽ ഘടകകക്ഷികളുടെ പിന്തുണ തേടുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ നേടിയതോടെ ഒരു പടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നിലാണുള്ളത്. അതേസമയം മുസ്ലിം ലീഗ് പരസ്യമായി UDF-ലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നതിൽ അഭിപ്രായം പറഞ്ഞതിൽ കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയും ഒപ്പം കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഒരുപക്ഷെ അവർ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കാൻ സാധ്യതയുണ്ട്. കെ.പി.സി.സി നേതൃത്വമാകട്ടെ പലപ്പോഴായി പരസ്യ പ്രസ്താവനകൾ വിലക്കാൻ ശ്രമിക്കുമ്പോഴും അതിന് വഴങ്ങാതെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. ഇന്ന് PJ കുര്യൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും ആരാണ് കോൺഗ്രസിനെ നയിക്കുക എന്നത്. അതുപോലെ തന്നെ ആ തരത്തിലുള്ള നിലപാടുകൾ പരസ്യമായി തന്നെ പറയുകയാണ്. മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ഇപ്പോഴും തുടരുന്നുണ്ട്. ഒപ്പം പുറത്ത് വലിയ ബോർഡുകളൊക്കെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് നിയുക്ത മുഖ്യമന്ത്രി എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള ബോർഡുകളൊക്കെ ഉണ്ട്. അതിനിടയിൽ നേരത്തെ രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യം നൽകിയെന്ന് ചൂണ്ടിക്കാണിച്ച് നൽകിയ അച്ചടക്ക നടപടിക്ക് മുൻപായുള്ള കാരണം കാണിക്കൽ നോട്ടീസ്, അതിൽ മറുപടി നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച തുടർ നടപടികളിലേക്ക് കോൺഗ്രസ് കടന്നേക്കും. അത് പ്രജിൻ ബാബു എന്ന കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് അന്ന് നോട്ടീസ് നൽകിയത്. അതിൽ രമേശ് ചെന്നിത്തലയ്ക്കും അനുയായികൾക്കും അസംതൃപ്തിയുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർക്കെതിരെ മാത്രം നടപടിയെന്ന പരാതിയാണ് അവിടെ ഉയരുന്നത്. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും കോൺഗ്രസിനകത്ത് ഏറ്റവും പ്രധാന ചർച്ചയാവുക മുഖ്യമന്ത്രി പദത്തിൽ ആരെത്തും എന്നതിനെക്കുറിച്ച് തന്നെയായിരിക്കും. താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.